പത്തരമാറ്റ് സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ കനകദുർഗയുടെയും ഗോവിന്ദന്റെയും നിർബന്ധപ്രകാരം തന്നെ സച്ചിയും നന്ദുവുമായിട്ടുള്ള ആ ഒരു വിവാഹ നിശ്ചയത്തിന്റെ തീയതി നിശ്ചയിക്കും. എന്നാൽ സച്ചി ഒരു ഫ്രോഡാണെന്നും സ്ത്രീകളോടൊക്കെ മോശമായിട്ട് പെരുമാറുന്ന ആളാണെന്ന കാര്യം നന്ദുവിനും അനിക്കും നല്ല സംശയമുണ്ടായിരുന്നു. പരസ്പരം പ്രണയിക്കുന്ന നന്ദുവും അനിയും ചേർന്ന് ഈ നിശ്ചയം എങ്ങനെയെങ്കിലുമൊക്കെ മുടക്കാൻ തീരുമാനിക്കുകയാണ്. അവർ അഡ്വക്കേറ്റ് നവീനിൻ്റെ സഹായം തേടുകയും ഒപ്പം സച്ചി മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോയി ഇയാളുടെ പൂർവ്വചരിത്രം അന്വേഷിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അന്വേഷിക്കുന്നതിൽ തന്നെ സച്ചി മീര എന്നൊരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലായിരുന്നുവെന്നും ആ പെൺകുട്ടിയെ ചതിച്ച് ഗർഭിണിയാക്കിയെന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർ കണ്ടുപിടിക്കും. ഈ ചതിയുടെ ആഘാതത്തിൽ മീരയുടെ മാനസിക നില തെറ്റിയെന്നും സച്ചിക്ക് മീരയിൽ ഒരു കുഞ്ഞുണ്ടെന്ന കാര്യമെല്ലാം അവർ മനസ്സിലാക്കുന്നുണ്ട്. മീരയുടെ അമ്മയുടെ കയ്യിൽ നിന്നും ഈ വിവരങ്ങളെല്ലാം തന്നെ തെളിവായിട്ട് അവർ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വിവാഹ നിശ്ചയ ദിവസം പന്തലിൽ വെച്ച് തന്നെ സച്ചിനെ നന്ദു അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സൂപ്പർ കിടിലൻ രംഗങ്ങളൊക്കെ വരുന്ന ഒരു അടിപൊളി എപ്പിസോഡാട്ടോ പറയാൻ പോകുന്നത്. അങ്ങനെ വിവാഹ നിശ്ചയം വന്നെത്തുന്നതോടുകൂടെ തന്നെ അനുവും നന്ദുവും ആകെ ടെൻഷനായിരിക്കും. നന്ദുവിനെ കാണാനും സംസാരിക്കാനും അനു ആ ഒരു പാർക്കിലേക്ക് വിളിപ്പിക്കുന്നുണ്ട്. നന്ദുവിനെ കണ്ടതോടുകൂടെ തന്നെ അനി വേഗത്തിൽ അവളുടെ അടുത്തേക്ക് ചെന്നുകൊണ്ട് തന്നെ ചുറ്റിലും സംശയത്തോടെ കണ്ണോടിക്കുന്നതൊക്കെ നന്ദു ശ്രദ്ധിച്ചു. അന്നേരം നന്ദു ചോദിക്കുന്നുണ്ട്, അനി നീ എന്താ ഈ നോക്കുന്നത്? അന്നേരം അനി കളിയാക്കി പറഞ്ഞിട്ട്, ആ സച്ചിൻ അവൻ്റെ നിഴലെങ്ങാനും നിൻ്റെ അടുത്തെങ്ങാനും ഉണ്ടോ എന്ന് നോക്കിയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. നമ്മളിങ്ങനെ സംസാരിക്കുന്നതൊക്കെ കേൾക്കാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലുമൊക്കെ പതിഞ്ഞിരിക്കുന്നുണ്ടാവുമെന്നൊക്കെ പറയും. അന്നേരം നന്ദു ഒരു പുഞ്ചിരിയോട് കൂടെ തന്നെ ദീർഘനിശ്വാസം എടുത്ത് പറയുന്നുണ്ട്, ശരിയാണ്, അയാൾക്ക് എന്തോ ഒരു തിടുക്കമുണ്ട്. എൻ്റെ അച്ഛനെയും അമ്മയെയും അയാൾ പൂർണ്ണമായിട്ട് കയ്യിലെടുത്തു. എന്തൊക്കെയോ കാര്യങ്ങൾ അയാൾ മറച്ചു വെക്കുന്നത് പോലെ എനിക്ക് തോന്നി. അയാൾക്ക് 32 വയസ്സേ ഉള്ളൂ എന്നാണ് എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ അയാളെ കണ്ടാൽ എന്തായാലും ഒരു 38 വയസ്സ് തോന്നിക്കും. അന്നേരം അനി പറഞ്ഞിട്ട്, അത് മാത്രമൊന്നുമല്ല നന്ദു, അയാളുടെ പ്രായത്തിലെ കള്ളത്തരം മാത്രമല്ല, അയാളുടെ ജാതകത്തിലും എന്തൊക്കെയോ പ്രശ്നമുണ്ട്. നീ പറഞ്ഞില്ലേ ജോത്സ്യൻ പൊരുത്തം ഒട്ടുമില്ലെന്ന് പറഞ്ഞൂന്ന്. എന്നിട്ടും നിന്റെ അമ്മ എന്തോ ഒരു വാശിയുള്ളതുപോലെ തന്നെ എന്തൊക്കെയോ കുറേ പൂജകളൊക്കെ ചെയ്തിട്ടാണ് നീയുമായിട്ട് അയാളുടെ കല്യാണം നടത്താൻ പോകുന്നത്. എനിക്കാകെ പേടിയാവുന്നു നന്ദു എന്നിങ്ങനെ അനി പറയുന്ന സമയത്തിന് നന്ദുവിൻ്റെ കണ്ണുകളിൽ നിസ്സഹായത നിറഞ്ഞു. അനി, നാളെയാണ് വിവാഹ നിശ്ചയം, എനിക്കത് എങ്ങനെയെങ്കിലും മുടക്കണം. അമ്മ ഇന്നലെ ആത്മഹത്യാ ഭീഷണി മുഴക്കി. ആദർശേട്ടനും നയനേച്ചിയും നമുക്ക് വേണ്ടി സംസാരിക്കാൻ വന്നിട്ട് പോലും അമ്മയുടെ അവസ്ഥ കണ്ടിട്ട് അവരൊന്നും മിണ്ടാതെ പടിയിറങ്ങിപ്പോയി. അനിയും നന്ദുവും ഒരുപോലെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഒരാൾ വന്നത്. അത് അഡ്വക്കേറ്റ് നവീനായിരുന്നു. നവീനെ കണ്ടതോടുകൂടി തന്നെ ഒരു പക്ഷേ ഈ പ്രതിസന്ധിയിൽ നിന്നും തങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നവീന് കഴിയുമെന്ന് അവർക്ക് തോന്നി. നന്ദു കാര്യം അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് നവീനേട്ടാന്ന് വിളിക്കുമ്പോഴേക്കും നവീൻ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, മനസ്സിലായി, നാളത്തെ നിശ്ചയത്തിൻ്റെ കാര്യമല്ലേ നിങ്ങൾ ഈ സംസാരിക്കുന്നത്? നവ്യ എന്നെ വിളിച്ചിരുന്നു. ആദ്യം ഞാൻ വിചാരിച്ചത് അനിയും നന്ദുവും തമ്മിലുള്ള നിശ്ചയമാണെന്നാ, പിന്നീടാണ് അറിഞ്ഞത് മറ്റൊരാളുമായിട്ടാണെന്ന്. എന്താ നന്ദു, ഈ കല്യാണം നിനക്ക് ഒട്ടും ഇഷ്ടമല്ലേ? അന്നേരം നന്ദു പറഞ്ഞിട്ട്, അതൊന്നുമല്ല നവീനേട്ടാ, അയാളൊരു ഫ്രോഡാണെന്ന് എനിക്ക് മനസ്സിലായി. പക്ഷേ അതൊന്നും തെളിയിക്കാൻ മാത്രം എനിക്ക് പറ്റുന്നില്ല. അന്നേരം അനിയും പറഞ്ഞിട്ട്, അതേ നവീനേട്ടാ, ഈ സച്ചിദാനന്ദൻ അത്ര ശരിയായ ആളൊന്നുമല്ല. ഞാൻ ചെറുതായി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞത് അയാൾ ഇതിനോടകം തന്നെ 4-5 പോലീസ് സ്റ്റേഷനിൽ നിന്ന് ട്രാൻസ്ഫറായി വന്നതാണെന്നാണ്. ഇത്ര കുറഞ്ഞ കാലയളവിൽ ഇത്രയധികം സ്ഥലം മാറ്റം കിട്ടണമെങ്കിൽ അതിന് തക്കതായിട്ടുള്ള എന്തോ കാരണം കാണില്ലേ? അത് കേട്ടതോടുകൂടി തന്നെ നവീൻ്റെ മുഖം ഗൗരവമുള്ളതായി. ഒരു വക്കീലിൻ്റെ സൂക്ഷ്മ ബുദ്ധിയോടെ അയാൾ ചിന്തിച്ചു, അനി പറഞ്ഞതിനു കാര്യമുണ്ട്, അയാളൊരു ഫ്രോഡാണെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ അയാൾക്കെതിരെ ഒരു 8ന്റെ പണി തന്നെ കൊടുക്കണം. അതെ, വെറുതെ ഇങ്ങനെ സംശയിച്ചാൽ പോരാ, വ്യക്തമായ തെളിവ് വേണം. അതും നിങ്ങളുടെ അച്ഛനും അമ്മയും വിശ്വസിക്കുന്ന ഒരു രീതിയിലുള്ള തെളിവ് തന്നെ വേണമെന്നൊക്കെ പറയും. അന്നേരം നന്ദു ചോദിക്കുന്നത്, അതെങ്ങനെ കിട്ടും നവീനേട്ടാ? നവീൻ പറഞ്ഞിട്ട്, അതിനൊക്കെ ഒരു വഴിയുണ്ട് നന്ദു. അയാൾ ആദ്യം വർക്ക് ചെയ്തിരുന്ന സ്റ്റേഷൻ ഏതാണെന്ന് കണ്ടുപിടിക്കണം. അത് ഇവിടെ അടുത്തെങ്ങാനുമാണോ? അപ്പോൾ നന്ദു പറഞ്ഞിട്ട്, അതൊക്കെ എനിക്കറിയാം, ഇവിടെ നിന്നൊരു 40 കിലോമീറ്റർ അപ്പുറത്താണ്. അന്നേരം നവീൻ പറഞ്ഞിട്ട്, പെർഫെക്റ്റ്, എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും ഉടനെ തന്നെ അങ്ങോട്ട് പോകണം. സ്റ്റേഷനിൽ കയറി ചൊരിക്കലും അന്വേഷിക്കരുത്, അത് അപകടമാണ്. വിവരം എങ്ങനെയെങ്കിലും സച്ചിയുടെ ചെവിയിലെത്തും. പകരം ആ സ്റ്റേഷൻ പരിധിയിലെ ഏതെങ്കിലും കടകളിലോ മറ്റോ ചെന്നിട്ട് അയാളെക്കുറിച്ച് അന്വേഷിക്കണം. സാധാരണക്കാരായ ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾക്കായിരിക്കും കൂടുതൽ ശക്തി. ഇനി ഒട്ടും സമയമില്ല, നിങ്ങൾ ഇപ്പം തന്നെ എവിടെ നിന്നും പുറപ്പെടണം. എന്തെങ്കിലും തുമ്പ് കിട്ടിയാൽ ഉടനെ തന്നെ എന്നെ വിളിച്ചറിയിക്കണം. ഈ നിശ്ചയം നമുക്ക് പൊളിക്കാമെന്നൊക്കെ പറയട്ടെ നവീന്. നവീൻ നൽകിയ ആത്മവിശ്വാസത്തിൽ നന്ദുവിൻ്റെയും അനിയുടെയും മുഖം തെളിഞ്ഞു. അവർ നന്ദിയോടെ നവീനെ ഒന്ന് നോക്കി. നവീൻ പോയതിനു ശേഷം നന്ദുവിനോടായിട്ട് അനി ചോദിക്കുന്നുണ്ട്, നന്ദു, ഞാൻ കല്യാണക്കാരൻ ചോദിച്ചപ്പോൾ നവീനേട്ടൻ്റെ മുഖം പെട്ടെന്ന് വാടിയതെന്ന് ശ്രദ്ധിച്ചോ?
അന്നേരം നന്ദു പറഞ്ഞിട്ട് അതൊക്കെ ഒരു പഴയ കഥയാണനി. ഈ പറയുന്ന നവീനേട്ടന് നമ്മുടെ നയനേച്ചിയെ ഭയങ്കര ഇഷ്ടമായിരുന്നു, ആദർശേട്ടൻ്റെ നയനേച്ചിയെ. അതൊരു വൺ വേ ലവ് ആയിരുന്നു. പക്ഷേ ആ പ്രണയം തുറന്നു പറയുന്നതിന് മുൻപേ തന്നെ നയനേച്ചിയെ ആദർശേട്ടനുമായിട്ടുള്ള കല്യാണം ഉറപ്പിച്ചു. അന്നേരം മണി ചോദിക്കുന്നുണ്ട്, അയ്യോ അപ്പോൾ ആദർശേട്ടനായിരുന്നു വില്ലൻ എന്നിങ്ങനെ അത്ഭുതത്തോടെ ചോദിക്കുന്ന സമയത്ത് തന്നെ നന്ദു പറയുന്നുണ്ട്, ഏയ് അങ്ങനെയൊന്നുമല്ല, അത് അവരുടെ വിധി. നീ വാ, പെട്ടെന്ന് തന്നെ നമുക്ക് തെളിവുകൾ ശേഖരിക്കണം. ഞാൻ രാകേഷിനെയും വിഘ്നേഷിനെയും കൂടി വിളിക്കട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരിക്കട്ടോ നന്ദു ഫോൺ എടുത്തിട്ട് വേഗം അവർ രണ്ടുപേരെയും അങ്ങോട്ടേക്ക് വിളിപ്പിച്ചു വരുത്തുന്നത്. നവീൻ പറഞ്ഞു കൊടുത്ത പ്ലാൻ അനുസരിച്ച് തെളിവുകളെല്ലാം തന്നെ രഹസ്യമായിട്ട് ഷൂട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം രാകേഷിനും വിഘ്നേഷിനുമായിരുന്നു. അങ്ങനെ അവർ 4 പേരും ചേർന്നുകൊണ്ടായിരിക്കും സച്ചിദാനന്ദൻ മുമ്പ് ജോലി ചെയ്തിരുന്ന ആ ഒരു സ്റ്റേഷൻ ലക്ഷ്യമാക്കിയിട്ട് അവിടെ നിന്നും യാത്ര തിരിക്കുന്നത്. സ്റ്റേഷനിൽ നിന്നും അല്പം മാറി തിരക്കൊഴിഞ്ഞ ഒരു ഭാഗത്തായി ഒരു പഴയ ചായക്കടയുണ്ടായിരുന്നു. നന്ദുവും മനിയും ചായ കുടിക്കാനെന്ന വ്യാജേന ചായക്കടയിലേക്ക് കയറി. രാകേഷും വിഘ്നേഷും അല്പം മാറി ഒരു മരത്തണലിൽ അവിടെ സിഗ്നലിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ചായ ഓർഡർ ചെയ്തതിന് ശേഷം ചായക്കടക്കാരനോട് ചോദിക്കുന്നുണ്ട് നന്ദു, ഏട്ടാ ഈ കട തുടങ്ങിയിട്ട് കുറേ കാലമായോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അയാൾക്ക് അതിനൊന്നും മറുപടി പറയാൻ പോലും താല്പര്യമില്ലായിരുന്നു. അതോടുകൂടി തന്നെ നന്ദുവിന് കാര്യം നടക്കില്ലെന്ന് മനസ്സിലായി. നന്ദു ഉടനെ തന്നെ തൻ്റെ ID കാർഡ് എടുത്തിട്ട് പതിയെ കാണിച്ചു കൊടുത്തിട്ട് പറയുന്നുണ്ട്, അതെ ഞാൻ CI നന്ദന, ഒരു പഴയ കേസ് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ്, പേടിക്കണ്ട. പണ്ട് സച്ചിദാനന്ദൻ എന്നൊരു CI ഉണ്ടായിരുന്നില്ലേ, 4 വർഷം മുൻപ് അയാളെക്കുറിച്ച് എനിക്ക് ചില വിവരങ്ങൾ അറിയണമായിരുന്നു എന്ന് പറയും. എന്നാൽ പോലീസാണെന്ന് അറിഞ്ഞതോടുകൂടി തന്നെ ചായക്കടക്കാരൻ്റെ ഭാവം മാറി. അയ്യോ CI ആയിരുന്നോ, ക്ഷമിക്കണം മേഡം, ഞാൻ കരുതി സച്ചിദാനന്ദനോ. ആ പേര് കേൾക്കാത്തവരെ ആരും ഇവിടെയില്ല. അന്നേരം ചായക്കടക്കാരൻ്റെ മകൻ അങ്ങോട്ടേക്ക് പാലുമായി വരുന്നുണ്ടായിരുന്നു. ചായക്കടക്കാരൻ ഇങ്ങനെ മോനോട് പറഞ്ഞിട്ട്, മോനെ സാറും ഈ മേഡവും പണ്ട് ഇവിടെ ഉണ്ടായിരുന്ന CI സച്ചിദാനന്ദനെ കുറിച്ച് അന്വേഷിക്കാൻ വന്നതാണെന്ന് പറയും. എന്നാൽ സച്ചിയുടെ പേര് കേട്ടതോടുകൂടി തന്നെ മകൻ്റെ മുഖം അങ്ങ് ദേഷ്യം കൊണ്ട് ചുവന്നു. ഓ ആ ദുഷിച്ച ജന്മത്തിനെ കുറിച്ചാണോ, എന്തിനാ സാറേ അവരെക്കുറിച്ചൊക്കെ അറിയുന്നത്? അവൻ കാരണം ഒരു ജീവിതം നശിച്ചത് ഇവിടെയാണ്. അത് കേട്ടതോടുകൂടി തന്നെ അനിക്കും നന്ദുവിനൊരു ഞെട്ടലായിരിക്കും. അവർ രണ്ടുപേരും പരസ്പരം നോക്കി. അവർ അന്വേഷിക്കുന്നത് ശരിയായ സ്ഥലത്ത് തന്നെയാണെന്ന് അവർക്ക് തോന്നി. നന്ദു ചോദിക്കുന്നുണ്ട്, എന്താ മധു, എന്താ സംഭവിച്ചത്? ധൈര്യമായിട്ട് പറഞ്ഞോളൂ, ഒരു കാരണവശാലും ഈ വിവരങ്ങൾ പുറത്തു പോവില്ല, അത് ഞങ്ങളുടെ ഉറപ്പാണ്. അന്നേരം മധു ഒരു നിമിഷം വന്ന് ആലോചിച്ചു. പിന്നെ നന്ദുവിനോടും മനിയോടും തങ്ങൾ വന്ന കാര്യം എന്താണെന്നും സത്യസന്ധമായി പറയാൻ ആവശ്യപ്പെട്ടു. നന്ദു നിശ്ചയത്തിൻ്റെ കാര്യവും സച്ചിയെക്കുറിച്ചുള്ള സംശയങ്ങളും അവരോട് പറഞ്ഞു. ഇത് കേട്ട മധു പറഞ്ഞു, ഓഹോ അപ്പോൾ അവൻ അടുത്തൊരു പെണ്ണിനെ കൂടി ചതിക്കാൻ ഇറങ്ങിയിരിക്കുവാണല്ലേ? സാറേ ഈ കല്യാണത്തിന് നിങ്ങൾ ഒരു കാരണവശാലും സമ്മതിക്കരുത്. അവൻ ചതിച്ച ഒരു പെൺകുട്ടിയുണ്ട് ഇവിടെ, മീര. അവൾ ഇവിടെ അടുത്തുള്ള ഒരു വുമൺസ് കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു. പഠിക്കാൻ മിടുക്കിയായ ഒരു കുട്ടി. സ്ഥിരമായിട്ട് ഈ കടയിൽ വരുമായിരുന്നു. അപ്പോഴാണ് സച്ചിൻ ഇവിടെ ഈ സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നത്. അവൻ സ്ഥിരം ഇവിടെ വരാൻ തുടങ്ങി. മീരയെ കണ്ടതും അവൻ അവളെ നോട്ടമിട്ടു. എന്നെ കൊണ്ടാണ് സാറേ അവൻ പ്രണയലേഖനും മറ്റും അവൾക്ക് കൊടുത്തുവിട്ടിരുന്നത്. പോലീസുകാരനല്ലേ, ചതിക്കില്ലെന്ന് കരുതി ആ പാവം പെൺകുട്ടി അവൻ്റെ വലയിൽ വീണു. മധു പറഞ്ഞത് കേട്ട് നന്ദുവിൻ്റെയും അനിയുടെയും ശ്വാസം ഒരു നിമിഷം നിലക്കുന്നത് പോലെ തോന്നി. എന്നിട്ട് അനി ചോദിക്കുന്നുണ്ട്, എന്നിട്ട് എന്തായി? അന്നേരം മധു പറയുന്നുണ്ട്, അവൻ അവളെ ചതിച്ചു, ഗർഭിണിയാക്കിയിട്ട് ഉപേക്ഷിച്ചു, കല്യാണം കഴിക്കാമെന്ന് വാക്ക് പറഞ്ഞിട്ട് അവൻ മുങ്ങി. ആ ഷോക്കിൽ മീരക്ക് അവളുടെ മാനസിക നില തെറ്റി. അവൾക്കിപ്പോൾ ഒരു മകളുണ്ട്, സച്ചിയുടെ കുഞ്ഞ്. ആ കുട്ടിയുടെയും അവളുടെ അമ്മയുടെയും കണ്ണീര് വീണ മണ്ണാണിത്. മധുവിൻ്റെ വാക്കെല്ലാം കേൾക്കുന്ന സമയത്തിന് നന്ദുവും മനിയും ഒരുപോലെ ഇങ്ങനെ ഷോക്കായി നിൽക്കുകയാണ്. നന്ദു ഉടനെ തന്നെ അനിയുടെ ഫോൺ വാങ്ങിയിട്ട് രാകേഷിനെ വിളിച്ചു. രാകേഷ് പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വാ, വിഘ്നേഷിനോട് ക്യാമറ ഓൺ ചെയ്യാൻ പറ. രാകേഷും വിഘ്നേഷും ഉടനെ തന്നെ അവിടെ എത്തി. മധുവിൻ്റെ പൂർണ്ണ സമ്മതത്തോടു കൂടി തന്നെ അവരെല്ലാം തന്നെ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ റെക്കോർഡ് ചെയ്യാനൊരുങ്ങി. നിങ്ങൾ മീരയെയും അവളുടെ അമ്മയെയും നേരിട്ട് കാണണം, എങ്കിലേ ആ ചതിയുടെ ക്രൂരത പൂർണ്ണമായിട്ടും മനസ്സിലാകൂ. ഞാൻ നിങ്ങളെ കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ മധു അവരെയും കൂട്ടിക്കൊണ്ട് തന്നെ ആ ഒരു ചെറിയ വീട്ടിലേക്ക് നടന്നു. മീരയുടെ വീട്ടിലേക്ക് ചെന്നതിന് ശേഷം മധു അവരെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി. നന്ദുവിൻ്റെ നിശ്ചയകാര്യം കൂടെ കേട്ടപ്പോൾ മറ്റൊരു പെൺകുട്ടിയുടെ ജീവിതമെങ്കിലും ഇനി രക്ഷിക്കാമല്ലോ എന്നൊക്കെ കരുതിക്കൊണ്ട് തന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവർ എല്ലാ സത്യവും ക്യാമറയ്ക്ക് മുന്നിൽ തന്നെ പറയാൻ തയ്യാറായി. ആ മീരയുടെ അമ്മ പറയുന്നുണ്ട്, എൻ്റെ മോളൊരു പാവമാ സാറേ, ആടാനും പാടാനും പഠിക്കാനും എന്തും മിടുക്കുകയായിരുന്നു എന്നറിയോ. അവനെ വിശ്വസിച്ചു എന്നൊരൊറ്റ തെറ്റ് മാത്രമേ എൻ്റെ മോള് ചെയ്തിട്ടുള്ളൂ. എൻ്റെ മോള് ഗർഭിണിയാണെന്ന് അറിഞ്ഞപ്പോഴേക്കും ഞാൻ അവനോട് ചെന്ന് സംസാരിച്ചു. പക്ഷേ അവൻ അപ്പോഴേക്കും എന്നെ ആട്ടി പുറത്താക്കി. എൻ്റെ മോളെ അവന് അറിയില്ലെന്ന് പറഞ്ഞു. പോലീസിൽ പരാതി കൊടുക്കാൻ പോയപ്പോൾ ഞങ്ങളെ ഭീഷണിപ്പെടുത്തി. ആ ഷോക്കിൽ എൻ്റെ മോൾക്ക് മാനസിക നില തെറ്റിയതാണ്. ഇന്ന് അവൾക്ക് ഒന്നിനും ബോധമില്ല. പാവം എൻ്റെ മോൾ ആ റൂമിൽ കിടപ്പുണ്ട് എന്നൊക്കെ പറയും.
അവർ പറഞ്ഞതനുസരിച്ച് നന്ദുവും അനിയും ആ മുറിയുടെ വാതിൽ തുറന്നു നോക്കുമ്പോൾ ജനലിലൂടെ ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന സുന്ദരിയായ ഒരു പെൺകുട്ടിയെ അവർ കണ്ടു. അരികിൽ ഒരു കൊച്ചു കുഞ്ഞ് കളിക്കുന്നുണ്ട്. മുറിയിലേക്ക് ആളുകൾ വന്നതൊന്നും അറിയാതെ അവൾ അതേ ഇരിപ്പ് തുടർന്നു. ആ കാഴ്ച കണ്ട് നന്ദുവിനും അനിയുടെയും കണ്ണ് നിറഞ്ഞു. ഇത്രയും വലിയൊരു ക്രൂരത ചെയ്തിട്ടാണ് സച്ചി ഒരു കൂസലുമില്ലാതെ അടുത്ത വിവാഹത്തിന് ഒരുങ്ങുന്നത്. രാകേഷ് ആണെങ്കിൽ ആ ഫോണിൽ ആ അമ്മയുടെ സംഭാഷണവും മീരയുടെ ദയനീയാവസ്ഥയും എല്ലാം തന്നെ ഫോണിൽ ഒപ്പിയെടുത്തു. അങ്ങനെ തെളിവെല്ലാം ശേഖരിച്ചതിന് ശേഷം നന്ദു നവീനെ വിളിച്ചുകൊണ്ട് തന്നെ പറഞ്ഞിട്ട്, നവീനേട്ടാ, തെളിവെല്ലാം തന്നെ കിട്ടി. അവൻക്കെതിരെ വ്യക്തമായിട്ടുള്ള തെളിവൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്ന സമയത്ത് തന്നെ നവീന് ഭയങ്കര സന്തോഷമായിരിക്കും. വെരി ഗുഡ് നന്ദു, എനിക്കറിയായിരുന്നു. ഇനി ഞാൻ പറയുന്നത് കേൾക്ക്. നാളെ നിശ്ചയം നടക്കട്ടെ. അവൻ നിശ്ചയപന്തലിൽ വന്നിരിക്കട്ടെ. എല്ലാവരുടെയും മുന്നിൽ വെച്ച് നന്ദു പോലീസ് യൂണിഫോമിൽ വന്ന് അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. എല്ലാ സത്യങ്ങളും ലോകമെമ്പാടും അറിയട്ടെ. അതായിരിക്കും ശരിക്കും അവന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ശിക്ഷ എന്നൊക്കെ പറഞ്ഞു കൊടുക്കട്ടെ നവീന്. അത് കേട്ടതോടുകൂടി തന്നെ നന്ദുവിൻ്റെ മുഖത്ത് ഒരു CAയുടെ ദൃഢനിശ്ചയം തെളിഞ്ഞു. ശരി നവീനേട്ടാ, അവൻ ആഗ്രഹിക്കുന്ന ശിക്ഷ അതുതന്നെയാണ്. അങ്ങനെ അവർ അവിടെ നിന്നും മടങ്ങി വരുന്ന സമയത്തിന് അനിയുടെ മുഖത്ത് നല്ല ആശ്വാസവും നന്ദുവിൻ്റെ മുഖത്ത് നീതി നടപ്പാക്കാൻ പോകുന്നതിൻ്റെ കനത്ത ഉത്തരവാദിത്വബോധവുമായിരുന്നു. സച്ചിദാനന്ദൻ എന്ന ക്രൂരൻ്റെ നാടകത്തിന് തിരശ്ശീല വീഴാൻ ഇനി മണിക്കൂറുകൾ മാത്രം. അങ്ങനെ വിവാഹ നിശ്ചയ ദിവസം വന്നെത്താണ്. നിശ്ചയ ദിവസം നയന വന്നിട്ട് നന്ദുവിനോട് ഒരുങ്ങാൻ പറഞ്ഞിട്ട് പട്ടുസാരിയും മുല്ലപ്പൂവൊക്കെ എടുത്തു കൊടുക്കുന്ന സമയത്ത് നന്ദു ഭയങ്കര സന്തോഷത്തിലായിരിക്കും. ചേച്ചി, ഞാൻ റെഡിയാവാം, പക്ഷേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ കൂടെ ചെയ്യാനുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നന്ദു വാതിലടച്ചിരിക്കുകയാണ്. എന്നാൽ മുഹൂർത്ത സമയമായി എന്നൊക്കെ പറഞ്ഞ് കനകദുർഗ വിളിക്കുന്ന സമയത്തായിരിക്കട്ടെ നന്ദു കൃത്യസമയത്ത് തന്നെ പോലീസ് യൂണിഫോമിൽ അങ്ങോട്ടേക്ക് വരുന്നത്. അന്നേരം നന്ദുവിനും നവ്യക്കും കനകദുർഗൊക്കെ ഇത് കാണുമ്പോൾ ആകെ ഷോക്കാവാണ്. നന്ദു മോളെ, നീ എന്തായി ചെയ്യുന്നത്? മുഹൂർത്ത സമയം അടുത്തു. ഈ നിശ്ചയത്തിന് നീ എന്താ പോലീസ് യൂണിഫോമിലാണോ വരുന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് തന്നെ നന്ദു അപ്പോഴായിരിക്കട്ടെ ആ ഒരു സർപ്രൈസ് എല്ലാവരെയും മുന്നിൽ വെച്ച് പൊളിക്കുന്നത്. വിവാഹ നിശ്ചയം കൂടാൻ വേണ്ടിയിട്ട് അനന്തപുരിയിൽ നിന്ന് എല്ലാവരും വന്നിട്ടുണ്ടാവും. കൂടെ തന്നെ നവീനേട്ടനും അതുപോലെ അനി എല്ലാവരും വന്നിട്ടുണ്ടാവും. എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്നെ നന്ദു നേരെ പോലീസ് യൂണിഫോമിൽ സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെന്ന് മാത്രമല്ല സച്ചിയുടെ കുത്തിനങ്ങ് കയറി പിടിക്കും. അപ്പോഴേക്കും സച്ചിക്കൊന്നും മനസ്സിലാവുന്നില്ല. നന്ദു, നീ എന്തായി ചെയ്യുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഇങ്ങോട്ടേക്ക് വാടാന്നൊക്കെ പറഞ്ഞ് സച്ചിനെ വലിച്ചഴിച്ചങ്ങ് കൊണ്ടുവരികയാണ്. അതിനുശേഷം സച്ചി ഇത്രയും കാലം ചെയ്തു കൂട്ടിയ ക്രൂരതകളെല്ലാം തന്നെ നീചപ്രവൃത്തികളെല്ലാം തന്നെ എല്ലാവർക്കും മുന്നിൽ വീഡിയോ സഹിതം അങ്ങനെ പ്ലേ ചെയ്ത് കൊടുക്കാട്ടോ. അതോടുകൂടി തന്നെ സച്ചിയുടെ മുഖം മൂടി അവിടെ അഴിഞ്ഞു വീഴും. സച്ചി ഒരു ഫ്രോഡാണെന്നും വിവാഹ തട്ടിപ്പ് വീരനാണെന്നും നേരത്തെ കല്യാണം കഴിഞ്ഞ് അതിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു പെണ്ണിനെ ഗർഭിണിയാക്കി ചതിച്ചതിലൊരു കുഞ്ഞുണ്ട് എന്നുള്ള കാര്യങ്ങളെല്ലാം എല്ലാവരും തിരിച്ചറിയുന്നുണ്ട്. അങ്ങനെ നന്ദു തന്നെ ആയിരിക്കട്ടോ സച്ചിനെ അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നത്. വിവാഹ നിശ്ചയ പന്തലിൽ വെച്ച് തന്നെ നന്ദു ചെന്നിട്ട് CA സച്ചിദാനന്ദനെ കയ്യിൽ വിലങ്ങിട്ടിട്ട് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് റിവ്യൂ ആണ് വരാൻ പോകുന്നത്. അതിനുശേഷം ജാനകിക്ക് പിന്നെ സ്വന്തം മകൻ്റെ കാര്യം മാത്രമായിരിക്കും വലുത്. ജാനകി തന്നെ കനകദുർഗയോട് നന്ദുവിൻ്റെ പെണ്ണ് ചോദിക്കുന്നുണ്ടെന്ന് മാത്രമല്ല അനന്തപുരിക്കാരുടെയും അതുപോലെ കനകദുർഗയുടെയും ഗോവിന്ദൻ്റെയും അങ്ങനെ എല്ലാവരുടെയും സമ്മതത്തോടും എല്ലാവരുടെയും സന്തോഷത്തോടു കൂടി തന്നെ ആയിരിക്കട്ടോ അനി നന്ദുവിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നത്. അങ്ങനെ നല്ല സൂപ്പർ കിടിലൻ രംഗങ്ങളൊക്കെ ഇനി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.